നമസ്കാരം. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അതീവ സുരക്ഷാ മേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗൗരിപൂർ ജാമിയ മസ്ജിദ് അഥവാ ബാങ്ക്ര മസ്ജിദ് മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ദശാബ്ദങ്ങൾ പഴക്കമുള്ള തർക്കങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവൻ വച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ അടുത്തിടെയുണ്ടായ ഭരണമാറ്റത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെയും വ്യോമയാന മന്ത്രാലയത്തിൻ്റെയും അടിസ്ഥാന സൗകര്യ വികസന നയങ്ങളോട് സംസ്ഥാന ഭരണകൂടം പൂർണ്ണമായി യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് ഈ നീക്കങ്ങൾക്ക് വേഗത കൂട്ടിയത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെയും വടക്കൻ 24 പർഗനാസ് ജില്ലാ ഭരണകൂടത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സംയുക്തമായി പള്ളിയിൽ പരിശോധന നടത്തുകയും തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ വെച്ച് പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി ഉയർന്ന തലത്തിലുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. വിമാനത്താവളത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പള്ളി മാറ്റിസ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകത അധികൃതർ ഔദ്യോഗികമായി തന്നെ പള്ളി ഭാരവാഹികളെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ഈദുൽ അദ്ഹ അഥവാ പെരുന്നാൾ കാലത്തെ സൗഹൃദാന്തരീക്ഷം കണക്കിലെടുത്ത് പള്ളി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ നടപടികൾ പെരുന്നാളിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആധുനിക വിമാനത്താവളം നിലവിൽ വരുന്നതിനും മുൻപേ പണി കഴിപ്പിച്ച 135 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളി വിമാനത്താവളത്തിന്റെ പ്രവർത്തന മേഖലയ്ക്കുള്ളിൽ നിലകൊള്ളുന്നത് വലിയ രീതിയിലുള്ള സാങ്കേതികവും സുരക്ഷാപരവുമായ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. വിമാനത്താവളത്തിന്റെ അതിർത്തി മതിലിനുള്ളിൽ 150 മീറ്റർ ഉള്ളിലായും സെക്കൻഡറി റൺവേക്ക് വെറും 165 മീറ്റർ മാത്രം വടക്കുമാറിയാണ് ഈ നിർമ്മിതി ഉള്ളത്. സജീവമായൊരു റൺവേയുടെ 240 മീറ്റർ പരിധിക്കുള്ളിൽ യാതൊരുവിധ സിവിൽ നിർമ്മിതികളും പാടില്ലെന്ന അന്താരാഷ്ട്ര വ്യോമയാന സുരക്ഷാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണിത്. വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്ന പാതയിലാണ് പള്ളി കൃത്യമായി സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ സെക്കൻഡറി റൺവേയുടെ ടച്ച് ഡൗൺ പോയിന്റ് 88 മീറ്ററോളം തെക്കോട്ട് മാറ്റാൻ അധികൃതർ നിർബന്ധിതരായിരുന്നു. ഇത് റൺവേയുടെ നീളം കുറയുവാൻ കാരണമായി. ബാക്കിയുള്ള 2832 മീറ്റർ നീളം എയർബസ് A320, ബോയിങ് 737 തുടങ്ങിയ ഇടത്തരം വിമാനങ്ങൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പര്യാപ്തമാണ് എങ്കിലും ബോയിങ് 787 അല്ലെങ്കിൽ എയർബസ് A330 പോലെയുള്ള വലിയ അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഈ റൺവേയിൽ സർവീസ് നടത്താൻ സാധിക്കില്ല. കൂടാതെ ശീതകാലത്തെ കനത്ത മൂടൽമഞ്ഞിൽ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറക്കാൻ സഹായിക്കുന്ന അത്യാധുനികമായ ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റവും പള്ളിയുടെ സമീപം കാരണം ഈ റൺവേയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി വ്യോമയാന മന്ത്രാലയം ഈ പള്ളി വിമാനത്താവളത്തിന് പുറത്തുള്ള വലിയൊരു പ്ലോട്ടിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിലും പ്രാദേശികവും മതപരവുമായ വൈകാരികതകളെ മുൻനിർത്തി മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാര്യ, മമതാ ബാനർജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് BJP സർക്കാർ അധികാരത്തിൽ വരികയും സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമായി മാറിമറിഞ്ഞു. വിമാനത്താവളത്തിന്റെ ആകാശ പരിധിക്കുള്ളിൽ പള്ളി നിലനിൽക്കുന്നത് കടുത്ത സുരക്ഷാ ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ആവർത്തിച്ച് വ്യക്തമാക്കിയതോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഈ പദ്ധതിക്കായി രംഗത്തിറങ്ങിയത്. മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയ എതിർപ്പുകൾ ഇല്ലാതായതിനാൽ പള്ളി മാറ്റാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് എയർപോർട്ട് അധികൃതർ ഇപ്പോൾ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അതീവ സുരക്ഷാ മേഖലയിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുന്നത് CISFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പ്രതിദിനം 5 നേരത്തെ പ്രാർത്ഥനയ്ക്കായി 10 മുതൽ 25 വരെ ആളുകളും വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരത്തിനായി 80ഓളം വിശ്വാസികളും ഇവിടെ എത്തുന്നുണ്ട്. ജസ്സർ റോഡിലുള്ള പ്രത്യേക ഗേറ്റിൽ വെച്ച് ഇവരെയെല്ലാം CISF കനത്ത സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് എയർപോർട്ട് ബസ്സുകളിൽ നേരിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതും തിരികെ എത്തിക്കുന്നതും. വിമാനത്താവളത്തിന്റെ വികസനത്തിനോ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾക്കോ തങ്ങൾ തടസ്സമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന പൂർണ്ണമായ സഹകരണ മനോഭാവമാണ് നിലവിൽ പള്ളി കമ്മിറ്റി പ്രതിനിധികൾ ചർച്ചകളിൽ ഉടനീളം സ്വീകരിച്ചിട്ടുള്ളത്. എങ്കിലും ഈ സ്ഥലം മാറ്റൽ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനായി ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തുടങ്ങിയ ദേശീയ മുസ്ലിം സംഘടനകളുമായി കൂടി സർക്കാർ കൂടിയാലോചനകൾ നടത്തണമെന്ന് പള്ളി കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പള്ളിക്ക് പകരമായി നൽകുന്ന പുതിയ സ്ഥലത്തിന്റെ ഭൂപടവും നിർമ്മാണ പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനുള്ള അടുത്ത ഘട്ട ചർച്ചകൾ പെരുന്നാളിന് ശേഷം അടുത്ത ആഴ്ചയോടെ പുനരാരംഭിക്കും എന്നാണ് സർക്കാർ അധികൃതർ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.